ഹാർബർ എഞ്ചിൻ സെൻട്രൽ സർക്കിൾ എറണാകുളത്ത് സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഹോളിമദർ അക്കാദമിയിൽ ഞാൻ പഠിച്ചതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. ഞാൻ 2017 ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് പാസ് ഔട്ടായ സ്റ്റുഡൻ്റാണ്. അതിനുശേഷം ഒരു 3 മാസത്തോളം പ്രൈവറ്റ് സെക്ടറിൽ ട്രെയിനായിട്ട് വർക്ക് ചെയ്തു. പിന്നീടാണ് സിവിൽ എഞ്ചിനീയറിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാനെക്കുറിച്ച് ആലോചിച്ചത്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ചാലക്കുടിയിൽ ഈ കോച്ചിങ് സെൻറ്റർ അന്വേഷിച്ചു. അപ്പോൾ മാള ബസ് സ്റ്റോപ്പിലാണെന്നാണ് അഡ്രസ്സായിട്ട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളവിടെ നോക്കിയപ്പോൾ അങ്ങനെ കോച്ചിങ് സെൻറ്റർ അങ്ങനെ അധികം പേർക്ക് അങ്ങനെ അറിയണ്ടായില്ല. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു പഠിച്ചായിരുന്ന ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു ഇവിടെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അപ്പോൾ സാറവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ക്ലാസ്സിൽ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലം കൂടി ഉണ്ടായിരുന്നില്ല. സാറപ്പോൾ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് സാർ പറഞ്ഞു ക്ലാസ്സിൽ കയറി, അത് ബാക്കി നമുക്ക് ക്ലാസ് കഴിഞ്ഞ് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ക്ലാസ്സിൽ നിന്നപ്പോൾ എനിക്ക് പരിചയമുള്ള കുറച്ച് ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവർ കുറച്ച് നാളായിട്ട് അവിടെ കോച്ചിങ്ങിന് പോകുന്നുണ്ട്, നല്ല സ്ഥലമാണ്. അപ്പോൾ അവരും എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞിട്ട് ഇപ്പോഴും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടത്, ഒരു ജോലി നമ്മുടെ കയ്യിൽ കിട്ടണ വരെ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഒരിക്കലും പഠിത്തം ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ജോയിൻ ചെയ്തത് 2018 മെയ് ആ മാസത്തിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ എക്സാംസ് കുറേ നാളായിട്ട് സിവിൽ എഞ്ചിനീയറിൻ്റെ എക്സാംസ് കുറേ നാളായിട്ടില്ലായിരുന്നു. അപ്പോൾ കുറേ സ്റ്റുഡൻസ് എന്നിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്ത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ സൺഡേ ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. അവിടെ മോർണിംഗ് ക്ലാസ്സാണ് ഉണ്ടായിരുന്നത്. ഈവനിങ്ങിന് നമുക്ക് കമ്പൈൻഡ് സ്റ്റഡിക്ക് വേണ്ടി ഇരിക്കാം, അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ സൺഡേ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. പിന്നീടാണ് നമ്മൾ തേർഡ് ഗ്രേഡ് PWD ഇറിഗേഷൻ ഹാർബറിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം വന്നൊരു എക്സാമാണ്. അതിനുശേഷം പിന്നീട് സെക്കൻഡ് ഗ്രേഡ് AE അങ്ങനെ ഒരുപാട് എക്സാം കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൺഡേ ബാച്ച് മാറ്റി റെഗുലർ ബാച്ചിലോട്ട് വന്നു. പിന്നെ ഞങ്ങൾക്ക് അപ്പോഴത്തേനും ഒരു പഠിക്കാൻ കമ്പൈൻഡ് സ്റ്റഡിക്കായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഞങ്ങൾ കാലത്ത് നേരത്തെ വരും. ക്ലാസ് 10 മണിയാകുമ്പോഴാണ് തുടങ്ങാറ്. അതിന് മുമ്പ് ഞങ്ങളെത്തി കുറച്ച് സമയം പഠിക്കും. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഈവനിങ്ങിന് കമ്പൈൻഡ് സ്റ്റഡി നടത്തും. അങ്ങനെയായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ ചില ടോപ്പിക്ക് മനസ്സിലാവാണ്ട് വരും. ചിലപ്പോൾ ഭയങ്കര ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാവില്ല. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ കമ്പൈൻഡ് സ്റ്റഡി വന്നുകൊണ്ടുള്ള ഏറ്റവും ഗുണമെന്ന് പറഞ്ഞാൽ ടോപ്പിക്സുകൾ പെട്ടെന്ന് കവർ ചെയ്ത് സ്പീഡപ്പായിട്ട് 1-2 റിവിഷൻ കഴിഞ്ഞ് പോകാനായിട്ട് കമ്പൈൻഡ് സ്റ്റഡി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും വിരസതയില്ലാതെ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് കമ്പൈൻഡ് സ്റ്റഡി സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ക്ലാസ്സുകൾ ഷിൻഡോ സാർ എടുത്തിട്ടുണ്ട്, അഞ്ജു ചേച്ചി, ആര്യ ചേച്ചി, കാവ്യ ചേച്ചി, അങ്ങനെ കുറേ ടീച്ചേഴ്സ് എല്ലാവരും നല്ല ടീച്ചിങ് ആയിരുന്നു. പിന്നെ അവിടുത്തെ ഡെയിലി എക്സാംസ് നടക്കുമായിരുന്നു. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പിന്നെ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഡെയിലി എക്സാം നടക്കുമ്പോൾ നമുക്കൊരു പരീക്ഷയോടുള്ള ഒരു പേടിയും നമുക്കുണ്ടായിരുന്നില്ല. തേർഡ് ഗ്രേഡ് എക്സാമാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയത്. ആ തേർഡ് ഗ്രേഡ് എക്സാമിന് തന്നെ ലിസ്റ്റിൽ വന്നു. സന്തോഷം. മുൻപ് ഒരു ഗവൺമെൻറ് സെക്ടറിലോട്ട് നമ്മളൊരു ജോലിയിലോട്ട് എത്തുന്ന ഒരു അങ്ങനെ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. സാറിൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് സാറിൻ്റെ മോട്ടിവേഷനാണ് കൂടുതലായിട്ടും ഒരു ജോലിയിലോട്ട് നമ്മളെത്തും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് പഠിക്കാനായിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്കങ്ങനെ ഭയങ്കര സ്ട്രെസ്സായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. എന്തായാലും നമ്മളൊരു ജോലി കിട്ടണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നിങ്ങൾ സിവിൽ സ്ട്രീമിൽ പാസ് ഔട്ടായ സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ നിലവിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്, നിങ്ങൾക്കൊരു ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഹോളിമദർ അക്കാദമിയിലോട്ട് വരാവുന്നതാണ്. സിലബസ് ബേസ്ഡ് ആയിട്ട് ഷിൻഡോ സാറിൻ്റെയും മറ്റ് ടീച്ചേഴ്സിൻ്റെയും ക്ലാസ്സുകളും എക്സാംസുകളും നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഗവൺമെൻറ് എംപ്ലോയി ആവുക എന്നെൻ്റെ സ്വപ്നത്തിലേക്ക് എന്നെ കൈപ്പിടിച്ച് നടത്തിയ ഷിൻഡോ സാറിനും ഹോളിമദർ അക്കാദമിക്ക് ഒരുപാട് നന്ദി. പിന്നെ അച്ഛനമ്മ, അനിയൻ,
ഹസ്ബൻഡിൻ്റെ ഫാമിലി, പിന്നെ എൻ്റെ ഹോളി മദർ അക്കാദമിയിലെ ടീച്ചേഴ്സ്, പിന്നെ അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഹോളി മദർ അക്കാദമിയിലേക്ക് ഇനി വരുന്ന എല്ലാ സ്റ്റുഡൻസിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി.